വികാരങ്ങൾ പ്രാവു പോൽ നെഞ്ചിലമരുന്നു. ഉറുകി നിൽക്കുന്ന നിന്റെ യൗവനം രുദ്രവീണയായി പാടുന്നു. നീ ദേവശില്പമായി ഉണരുന്നു. എന്നിൽ നിറഞ്ഞവളെ ഒരു വല ഉള്ളിലെറിഞ്ഞവളെ അരികിൽ വന്നാലും നിന്നാലും നാണമാവുന്നു. ഹലോ ഫ്രണ്ട്സ്, പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും വീണ്ടും ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മുടെ ഇന്നത്തെ വിഷയം കടൽമച്ചാൻ, സൂരജ് പാലാക്കാരൻ, അതുപോലെ ഒലിവിയ സിബി. ഇവരാണ്. ഞാൻ ആദ്യമേ ഈ വിഷയം നമ്മൾ യൂട്യൂബിൽ സെർച്ച് ചെയ്ത് നോക്കുമ്പം ആദ്യം നമ്മുടെ കൈ കിട്ടിയത് നമ്മുടെ സിബി മച്ചാനാണ്, നമ്മുടെ ഒലിവിയയുടെ മുതലാളി. അദ്ദേഹത്തിൻ്റെ കുറേ ടിക്ടോക്ക് വീഡിയോകളാണ് നമ്മുടെ മുന്നിൽ വന്ന് ആദ്യം പെട്ടത്. എന്തോ അവരത് ദൈവമേ കാണിച്ചു വെച്ചേക്കുന്നത്. അത് കണ്ടില്ലെങ്കിൽ നമ്മൾ ഇതുവരെ ജീവിതത്തിൽ നല്ലൊരു ടിക്ടോക്ക് വീഡിയോ കണ്ടിട്ടില്ല എന്ന് തന്നെ നമുക്ക് പറയാം. ആദ്യം നമുക്കതിൽ കുറച്ച് പുള്ളിയുടെ അപരാധങ്ങൾ നമുക്ക് ആദ്യം ഒന്ന് കാണാം. അത് കണ്ടു കഴിഞ്ഞിട്ട് നമുക്ക് വിഷയങ്ങളൊക്കെ സംസാരിക്കാം. നമ്മുടെ മനസ്സിനെ ഒന്ന് ശാന്തമാക്കാൻ അത് കണ്ടിരിക്കുന്ന അത്യാവശ്യ കാര്യമാണ്. നമുക്ക് നേരെ ആ അപരാധങ്ങളിലേക്ക് പോകാം. ഓക്കെ. വികാരങ്ങൾ പ്രാവു പോൽ നെഞ്ചിലമരുന്നു. ഉറുകി നിൽക്കുന്ന നിന്റെ യൗവനം രുദ്രവീണയായി പാടുന്നു. നീ ദേവശില്പമായി ഉണരുന്നു. എന്നിൽ നിറഞ്ഞവളെ ഒരു വല ഉള്ളിലെറിഞ്ഞവളെ അരികിൽ വന്നാലും നിന്നാലും നാണമാവുന്നു. ചെമ്പനീർ പൂവേ നീ അന്നേതോരു രാവിൽ നീലമഞ്ഞിൽ വിരിഞ്ഞൻ കൺമുന്നിൽ മിഴിച്ചുന്നി. കണ്ണും കണ്ണും വികാരങ്ങൾ പ്രാവു പോൽ നെഞ്ചിലമരുന്നു. ഉറുകി നിൽക്കുന്ന നിന്റെ യൗവനം രുദ്രവീണയായി പാടുന്നു. നീ ദേവശില്പമായി ഉണരുന്നു. മിഴിമുന നെഞ്ചിൽ കൊണ്ടു കരുകരുത്തു ഞാൻ ചിരിമണ നനയുമ്പോൾ വെളുവെളുത്തു. കൈവളകൾ എങ്ങനെയുണ്ട് സംഭവം? കിടുക്കാച്ചി സംഭവമല്ലേ? ഇതുപോലെ ആര് ഡാൻസ് കളിക്കും? നമ്മുടെ മൈക്കിൾ ജാക്സനൊക്കെ മാറി കേൾക്കും. അന്യായ സാധനം തന്നെ ഇത്. നമ്മുടെ മനസ്സ് ഭയങ്കര ആദ്യം ടയർഡായിട്ടിരിക്കുന്നവർക്ക് ഇതൊന്ന് കണ്ടു കഴിഞ്ഞാൽ വളരെ ഉത്സാഹം തോന്നുന്നൊരു പരിപാടിയാണ്. നമുക്കിനി വിഷയത്തിലേക്ക് കിടക്കാം. എന്താണ് ഈ വിഷയം എന്ന് നമുക്ക് ആദ്യം നോക്കാം. അവിടെ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന കൺമണി എന്ന് പറയുന്ന ഒരു പെൺകുട്ടിക്ക് നേരിട്ട ഒരു ഇഷ്യൂവാണ് ഇന്ന് പ്രധാനമായ വിഷയം. ആ കുട്ടി പിന്നീട് അത് വീഡിയോ ചെയ്യുകയും അത് പിന്നീട് ഈ വിഷയങ്ങൾ ആരും ഏറ്റെടുക്കാതെ വന്നപ്പോൾ സമയത്ത് സൂരജ് പാലാക്കാരനെ വിളിച്ച് ഈ വിഷയം അവതരിപ്പിക്കുകയും അദ്ദേഹം ഈ വിഷയത്തിൽ ഇടപെടുകയും ചെയ്തു. ഈ വിഷയത്തിൽ ഇടപെടുമ്പോൾ എങ്ങനെയും വിഷയം ഒന്ന് ഒത്തുതീർപ്പാക്കണമെന്ന് വിചാരിച്ചിരിക്കുമ്പോഴാണ് ഈ കടൽമച്ചാനെ നമ്മുടെ ഒലിവിയുടെ മുതലാളിച്ചിക്ക് കിട്ടുന്നത്. സാധാരണ ഈ പെമ്പിള്ളാരൊക്കെ പറയുമ്പം ശകലം ഇളക്കം കൂടുതലുള്ള ടീമാണ് നമ്മുടെ കടൽമച്ചാൻ. ഈ കടൽമച്ചാൻ ഇത് കേട്ടതല്ല, ആവേശം കൊണ്ട്. നേരത്തെ പണ്ടെങ്ങാണ്ട് നമ്മുടെ പാലക്കാരനെങ്ങാണ്ട് തിരുവനന്തപുരം ബാറി വെച്ചെങ്ങാണ്ട് വെള്ളമടിക്കുന്ന കൂട്ടത്തിൽ പുള്ളിക്കാരൻ കടൽമച്ചാൻ അവിടെ ചെന്നിട്ട് കാര്യങ്ങളൊക്കെ സംസാരിച്ച് കളിയാ എന്തോ ഉണ്ട് എന്നൊക്കെ ചോദിച്ച് അങ്ങനത്തെ പരിചയമുണ്ട് സൂരജ് പാലാക്കാരനുമായിട്ട്. ഈ ഒരു ബന്ധം വെച്ചിട്ട് സൂരജ് പാലാക്കാരനെ വിളിച്ച് പുള്ളി ഒരു കോംപ്രമൈസിന് ശ്രമിച്ചു. എങ്ങനെയെങ്കിലും വിഷയം ഒന്ന് ഒത്തുതീർപ്പാക്കണം. അതിൻ്റെ ലാഭം കടൽമച്ചാനെ കാണും, തീർച്ചയായും കാണും. നല്ല പൈസയൊക്കെ ഓഫർ ചെയ്ത് കാണും. ഏറ്റ ആളെടുത്ത് പോയാണ് കടൽമച്ചാൻ ചോദിച്ചത്. സൂരജ് പാലാക്കാരൻ ഇരുതല മൂരി എന്നൊക്കെ പറയുന്നുണ്ട്. അവിടെ ഇവിടെ നാക്കുള്ള പുള്ളിക്കാരൻ്റെ അടുത്താണ് പുള്ളി ഒരു കോംപ്രമൈസിന് ചെന്നത്. പുള്ളി അവിടെ ഇട്ട് തേച്ച് കളഞ്ഞു. പുള്ളി കടൽമച്ചാൻ്റെ ജാതകം തന്നെ മാറ്റിക്കളഞ്ഞു. ഒരു ഒറ്റ വീഡിയോ കൂടി കടൽമച്ചാൻ്റെ ജാതകം തന്നെ മാറ്റി എഴുതി. നമുക്ക് അവരുടെ സംഭാഷണം ഒന്ന് നമുക്കൊന്ന് കേട്ട് നോക്കാം. ഓക്കെ. സാറേ, ഇത് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നാണ്. മുഖ്യമന്ത്രി അണ്ണ കടൽമച്ചാനാണ്. പറയടാ. അണ്ണ എവിടെ ഉണ്ട്? ഞാൻ എറണാകുളത്ത്.
എറണാകുളത്തോടെ പ്ലാനില് ആണോ? പിന്നെ ആ വിളിച്ചത് മറ്റേ നമ്മുടെ അടൂരിലെ കേസില്ലേ, എന്ത് ചെയ്ത്? മറ്റേ ഒലീവിയയുടെ എന്തോ വീഡിയോ ചെയ്തിട്ടില്ലേ, ആ അതെന്തുവായിരുന്നു അണ്ണ സംഭവം? എന്തോന്ന് നീ എന്നോടാണ് ചോദിക്കുന്നത്? അല്ല അണ്ണൻ എന്ത് വീഡിയോ ഒന്നും ചെയ്തില്ല റിലേറ്റ് ചെയ്തിട്ട്? നീ എന്തിനാ വിളിച്ചെന്ന് പറ. അല്ല അതെ, നമ്മുടെ ഒരു ഒന്ന് സംസാരിക്കാൻ പറ്റുമോന്ന് ചോദിക്കാൻ വേണ്ടിട്ടായിരുന്നു. നീ എന്തിന്റെ പേരിലടാ എന്നെ വിളിച്ച്? ഞാൻ അണ്ണനുമായിട്ടുള്ള എന്റെ സൗഹൃദത്തിന്റെ പേരിൽ. പക്ഷെ നീ വിളിച്ചത് അതാ റൂട്ട് ശരിയല്ലോടാ മക്കളെ. ഞാൻ പറഞ്ഞുതരാം എന്താ കാര്യമെന്ന്. കാണാൻ പറ്റുമോ നേരിട്ട് നാളെ? എവിടെ മക്കളെ എവിടെ? നീ നല്ല യൂട്യൂബർ. നീ ഭയങ്കര കഷ്ടപ്പെട്ട് ഈ മേഖലയിൽ നിൽക്കുന്ന ഒരാളാണ്. നീ എനിക്ക് ടൂക്കാൻ നിൽക്കരുത്, അത് ഭയങ്കര മോശമാണ്. അണ്ണൻ പറഞ്ഞതിന്റെ പേര് എന്നെ വിളിക്കരുത്. തെറ്റാണ്. നീ ചെയ്തത് തെറ്റാണ്. നീ ഉള്ള ഇഷ്ടം കളയല്ലേ. എനിക്ക് നിന്നെ എന്നെ ഇഷ്ടമെന്നറിയോ? എനിക്ക് വിളിച്ചൂടെ? അല്ല അതൊക്കെ ഓക്കെയാണ്. നിന്നെ എനിക്ക് എന്ത് ഇഷ്ടമാണെന്നറിയോ? ഇഷ്ടത്തിന്റെ അത് ചെയ്യാൻ പാടില്ല. നീ എന്നെ എന്നോട് അങ്ങനെ സംസാരിക്കുന്നത് വളരെ തെറ്റാണ്. അത് വളരെ നീ ഓർത്തു നോക്ക്. ചേട്ടന് കുറെ വർഷമായില്ലേ ഈ മേഖല, കഷ്ടപ്പെട്ട് പൈസ ഉണ്ടാക്കാൻ വേണ്ടി നിൽക്കുന്ന ഒരാളല്ലല്ലോ. ഒരുപാട് അനുഭവിച്ചാലോ. ആ സ്നേഹം നീ എന്നോട് കാണിക്കേ. എനിക്ക് എത്ര എന്നോട് പറയാനുള്ളൂ. നീ കൊച്ചി വരെ വിളിക്കേ, നീ എറണാകുളം വരെ വിളിക്കാൻ നമുക്ക് കാണാം കേട്ടോ. ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ഇനി മേലെ വിളിക്കരുത്. കാരണം ഇനി കാണും നമ്മൾ നേരിട്ട് എന്തെങ്കിലുമൊക്കെ കണ്ടേക്കാം. അപ്പം ആ സ്നേഹം നിലനിൽക്കണ്ടേ? കേട്ടോ, പറയുന്നത് കേട്ടോ. ഹലോ, നമ്മള് വിളിച്ചപ്പോ അതല്ല നിന്നോട് ഞാൻ പറഞ്ഞേ കേട്ടാ മതി. എന്നെക്കാൾ ഒരുപാട് പ്രായക്കുറവാ നീ. അതുകൊണ്ട് നീ അത് പറയുന്നത് കേക്ക്. യൂട്യൂബും ഇതൊക്കെ നിൽക്കും, പക്ഷെ അതിനപ്പുറമൊക്കെ ഉള്ള കുറെ മനുഷ്യൻ ജീവിച്ചു കുറച്ച് കുറെ ചുറ്റുപാടുകളൊക്കെ ഉണ്ട്. അതിനൊക്കെ ഓർത്തോണ്ട് കളിക്കുക. ആദ്യം ഈ സൂരജ് പാലക്കാരൻ കടൽ മച്ചാൻ്റെ വീഡിയോ അവതരിപ്പിക്കുന്ന സമയത്ത് രണ്ട് നല്ല അന്യായ തെറികളൊക്കെ പറയുന്നുണ്ട്. അത് കേട്ട് കഴിഞ്ഞപ്പം ഈ തൊലിക്കെട്ടിയുള്ള ആൾക്കാർക്കൊക്കെ കേൾക്കാൻ പറ്റിയ സൈസുള്ള സംസാരമാണ് സൂരജ് പാലക്കാരൻ്റെ ഭാഗത്തുണ്ടായത്. അപ്പം ഞാൻ തന്നെ വിചാരിച്ചു മോശമായിപ്പോയി, ഇങ്ങനെയൊക്കെയാണ് വീഡിയോയിൽ പബ്ലിക്കായിട്ട് വന്ന് ഒരു ചെറുപ്പക്കാരനെ തെറി വിളിക്കുന്നതെന്നൊക്കെ ആലോചിച്ചു. പിന്നെ അത് കഴിഞ്ഞപ്പോഴാണ് നമ്മൾ കൺമണിയുമായിട്ട് ഒത്തുതീർപ്പാക്കാൻ വേണ്ടി വിളിച്ച ഒരു ഫോൺ കോള് ശ്രദ്ധയിൽപ്പെട്ടത്. എങ്ങനെയെങ്കിലും കൺമണിയെ ഈ വിഷയത്തിൽ നിന്ന് പിന്മാറിക്കുക, ഒലിവിയയുടെ മുതലാളിയെ രക്ഷിക്കുക എന്ന തനി സ്വാർത്ഥ താല്പര്യം കൊണ്ട് പൈസ മേടിച്ച് തന്നെ ചെയ്യുന്നതായിട്ട് തോന്നുന്ന ആ വോയിസ് കേട്ടപ്പോഴാണ് എനിക്ക് തോന്നിയത്, കടൽ മച്ചാൻ നിർബന്ധമാണ്, നീ ഇപ്പോൾ വിഷയത്തിനൊന്നും പോകരുത്, കേസാവും മറ്റേതാവും മറിച്ചതാവും, കോടതിയിൽ പോയി കഴിഞ്ഞാൽ അവർക്ക് പൈസ ഉള്ളവരാ, ആ സൗണ്ട് വോയിസ് ഒന്ന് കേൾക്കാം. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴാണ് എനിക്ക് തോന്നിയത് സൂരജ് പാലക്കാരൻ വിളിച്ചതിന് ഒരു തെറ്റുമില്ല, കറക്റ്റാണ് പുള്ളി വിളിച്ചത്. നമുക്ക് ആ കൺമണിയുമായിട്ട് ഒത്തീർപ്പുള്ള ആ വീഡിയോയുടെ സൗണ്ട് വോയിസുകൾ ഒന്ന് കേട്ട് നോക്കാം. 4 ദിവസം മുമ്പ് എന്നെ വിളിച്ച്, 2-3 നാളല്ല, ഈ ഒരു ഇഷ്യൂ ഇങ്ങനെ ആയിരിക്കുന്ന സമയത്ത് എന്നെ വിളിച്ചിട്ട് പറഞ്ഞായിരുന്നു കോംപ്രമൈസ് ചെയ്യുന്നെങ്കിൽ ചെയ്യാം, ഞാൻ അവരോട് സംസാരിക്കാം, കൺമണിയെ കൊണ്ട് വേണമെങ്കിൽ അങ്ങോട്ട് പോവാം, എന്നിട്ട് അവരെയും കൂടി ഇരുത്തി സംസാരിക്കാം. ഞാൻ പറഞ്ഞു എനിക്ക് താല്പര്യമില്ലെന്ന് പറഞ്ഞു. പിന്നെ ഈ കടൽ മച്ചാൻ തന്നെ ഒരുമാതിരി എന്നെ പേടിപ്പിക്കുന്ന രീതിയിൽ പറഞ്ഞ് അവരൊക്കെ പൈസ ഉള്ളത്, പിന്നെ കോടതി കയറി ഇറങ്ങണം, നമ്മള് സാധാരണക്കാരല്ലേ, ഇപ്പൊ അങ്ങേരുടെ കുറെ ഇഷ്യൂ ഒക്കെ പണ്ടത്തെ മറ്റേ കടൽ കൊമ്പനോ അയാളുമായിട്ടുള്ള ഇഷ്യൂ, അയാള് ഇതുപോലെ കടൽ കൊമ്പനെതിരെ കേസ് കൊടുത്ത് അയാള് കോടതി കയറി ഇറങ്ങി നടക്കുവാന്നോ, അതുപോലൊക്കെ നടക്കേണ്ടി വരും, അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പറഞ്ഞ് എന്നെ കുറെ പേടിപ്പിച്ചായിരുന്നു. സിബി എന്തായാലും നല്ല രീതിക്ക് പേടിച്ചിട്ടുണ്ട് കേട്ടോ. ഇപ്പൊ എന്താണ് ആദിൽ ബോക്സിനെ കോണ്ടാക്ട് ചെയ്യുന്നു, സിബി സബീന ചേച്ചിയെ കോണ്ടാക്ട് ചെയ്യുന്നു, ട്രൂ ടിവിയും കോണ്ടാക്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ, കടൽ മച്ചാനും ഡിയാസനെയും ഒക്കെ. പിന്നെ മഴവിൽ കേരളം അവരുടെ ഒരു ഇന്റർവ്യൂ എടുത്തില്ലായിരുന്നു, ഇവരെല്ലാം കോണ്ടാക്ട് ചെയ്തിട്ടുണ്ട്. സിബി എന്തായാലും നല്ല രീതിക്ക് പേടിച്ചിട്ടുണ്ട് കേട്ടോ. ഈ കടൽ മച്ചാൻ കൊല്ലത്തുള്ളതാ. എന്നിട്ട് പുള്ളിക്കാരൻ എന്നോട് പറയുക ഞാൻ നിനക്ക് വേണ്ടി സംസാരിക്കാം, ഞാൻ ഇതുപോലെ അവരെ ആദ്യം വിളിച്ചൂന്ന്. ഞാനൊന്നും പറഞ്ഞില്ല, വിളിക്കാനോ ഒന്നും ഞാൻ പറഞ്ഞില്ല. ഫസ്റ്റ് അവരെ വിളിച്ചിട്ട് ഇതുപോലെ പറഞ്ഞെന്ന് വേറെ ആരുടെയും കാര്യം അറിയണ്ട, എന്നെ മാത്രം ഇതിൽ നിന്ന് ഒഴിവാക്കി തരാൻ. കാരണം ഇവർ ഈ പറയുന്നത് ഫസ്റ്റ് ഞാൻ വീഡിയോ ഇട്ടത് കൊണ്ട്, ഇത് തുടങ്ങി വെച്ചത് ഞാനായതുകൊണ്ട് എന്റെ നേരെയാണ് കേസ് കൊടുക്കുന്നതെന്നല്ല ഇവർ ആദ്യം മുതൽ എല്ലായിടത്തും പറയുന്നത്. എന്നെ കൊടുക്കും, ഞാൻ ആദ്യം അവരെ ഇതാക്കിയത് കൊണ്ട് എന്നെ കൊടുക്കുമെന്നാ പറയുന്നത്. അപ്പം അയാള് വിളിച്ചിട്ട് പറഞ്ഞു പോലും, ഈ കടൽ മച്ചാൻ വിളിച്ചിട്ട് പറഞ്ഞു പോലും എന്റെ കൺമണിയെ ഇതിൽ നിന്ന് ഒഴിവാക്കിത്താ, വേറെ ആരുടെയും കാര്യം അയാൾക്ക് അറിയണ്ട, അങ്ങനെയൊക്കെ എന്തൊക്കെയോ എന്നെ പറഞ്ഞ് നല്ല പേടിപ്പിച്ച്. പക്ഷെ സീനില്ല, ആ സമയത്ത് ഞാൻ പേടിച്ചെങ്കിലും സോഫ്റ്റ് ആയിട്ടാണ് എൻ്റെ അടുത്ത് സംസാരിച്ചത്. അപ്പൊ ഞാൻ പറഞ്ഞു അതെ
അതേമാതിരി കൊച്ചിന്റെ അമ്മയ്ക്കൊക്കെ പേടിയുണ്ട്. അപ്പൊ കടൽ മച്ചാൻ എന്ന് പറയുന്ന ചെറുക്കന്റെ വോയിസ് ആണ് ഈ കേൾക്കുന്നത്. അങ്ങനെ മോശമായിട്ടൊന്നും ഉണ്ടാവരുത്. അപ്പൊ എന്ത് പറഞ്ഞു, ലോ റിലേറ്റഡ് ആയിട്ടാണ് അവര് പോകുന്നത്, അങ്ങനൊന്നും അവര് തോന്നില്ലെന്നാണ്. നമ്മൾ നിങ്ങൾ ലോ ഒക്കെ ആയിട്ട് വയ്ക്കോ, ലോയും കാര്യങ്ങളൊക്കെ ആയിട്ട് വയ്ക്കോ, പക്ഷെ ഇങ്ങനെ ആവശ്യമില്ലാത്ത വേറെ രീതിയിലുള്ള പരിപാടികൾ വേണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അത് ലാസ്റ്റ് ഭീഷണിയാണ് കേട്ടോ അവസാനം പറഞ്ഞത്. സത്യത്തിൽ ഈ കടൽമച്ചാൻ്റെ വിഷയം എന്തുവാണ്? അർഹതപ്പെടാത്ത കുറേ പണം കൈവന്നതിൻ്റെ അഹങ്കാരം. ആ സന്ധ്യാമ്മയുടെയൊക്കെ വിളിയുണ്ട്, മക്കളെ, ആ കേൾക്കും പറയും, മക്കളെ വിളി കേൾക്കുമ്പോൾ നമ്മൾ സുഹൃത്തെ ശ്രദ്ധിച്ചോണം. ഏറ്റവും വലിയ ഗുഡായിപ്പ് ടീമുകളാണ് ഈ മക്കളെ എന്നൊക്കെ വിളിക്കുന്ന ആൾക്കാർ. അവർ സ്വാർത്ഥ താല്പര്യക്കാരാണ്. ഇങ്ങനെ എൻ്റെ അനുഭവത്തിൽ നിന്ന് എനിക്ക് കാണാൻ സാധിച്ച ആൾക്കാരെല്ലാം ഈ മക്കളെ മോനെ എന്നൊക്കെ വിളിക്കുന്ന ആൾക്കാർ ഭയങ്കര ഗുഡായിപ്പ് ടീമുകളാണ്. അതുപോലെ അർഹതപ്പെടാത്ത കുറേ പണം പിന്നെ സ്പോൺസർഷിപ്പിലൂടെയും വീഡിയോയിലൂടെയെല്ലാം വന്നു കഴിഞ്ഞപ്പം ചെറുക്കൻ അഹങ്കാരത്തിൻ്റെ അങ്ങ് അറ്റമായി. ആ ഫാമിലി മൊത്തത്തിൽ അഹങ്കാരികളായിട്ട് മാറുകയാണ്. ഒരു കാര്യം ചെയ്യുക, ഇനിയെങ്കിലും നല്ല വീഡിയോ ചെയ്ത് നീ കടലിലൊക്കെ പോയി ഒരു മീനൊക്കെ പിടിക്കും. എന്നാലും നിനക്കൊരു പെങ്ങളില്ലയോ? നിൻ്റെ പെങ്ങൾ കൂട്ടല്ലേ അവിടെ ജോലി ചെയ്യുന്ന പെൺകുട്ടികളും. അതുപോലെ നീ അതെങ്കിലും മനസ്സിലാക്കി അവരുടെ ആ രീതിക്ക് വേണ്ട പെരുമാറണം. അല്ലെങ്കിൽ നീ വിഷയത്തിൽ ഇടപെടേണ്ട ഒരാവശ്യവും നിനക്കില്ല, അത് മനസ്സിലാക്കണം. എന്നാലും കടമച്ചാൻ ചെയ്ത് വളരെ മോശമായിപ്പോയി. അതുപോലെ തന്നെ സൂരജ് പാലാക്കാരൻ ഈ വിഷയത്തിൽ നന്നായി ഇടപെട്ട് ആ വിഷയം നല്ല ഭംഗിയായി അവതരിപ്പിക്കാൻ പുള്ളിക്ക് സാധിച്ചു എന്നതിലും നമുക്ക് സന്തോഷം കണ്ടെത്താവുന്നതാണ്. ഈ ഒലിവിയ മുതലാളിയുടെ ഡീറ്റെയിൽസ് മൊത്തം നോക്കിക്കഴിഞ്ഞാൽ നാറിയ കഥകൾ മാത്രമാണ്. കുറേ പെൺപിള്ളേരെ വെച്ച് കാണിക്കുന്ന ഗുഡായിപ്പ് പരിപാടികൾ. പെണ്ണെന്ന് പറയുമ്പോൾ ചില ആൾക്കാർ ചാടിക്കയറും. ഈ പെണ്ണെന്ന് പറയുന്ന ഒരു പണ്ട് പറയുന്നത് കേട്ടില്ല, ചീനിക്കമ്പിന് സാരി കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ പുറകെ പോകുന്ന ആൾക്കാരാണെന്ന് പറയുന്ന കുറേ ടീമുകളുണ്ട്. അവരൊക്കെയാണ് ഇതിന് പ്രചോദനം നൽകുന്നത്. എന്നിരുന്നാലും ഇനിയെങ്കിലും കടൽമച്ചാൻ നല്ല വീഡിയോ ആയിട്ടൊക്കെ വരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നമുക്ക് മറ്റൊരു നല്ല വീഡിയോ നമുക്ക് വീണ്ടും എത്താം. ഓക്കെ ഫ്രണ്ട്സ്.